ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും രക്ഷപ്പെടാനും സത്യമാർഗം സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ കൽപ്പന ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൽപ്പനയുടെ അകത്തെല്ലാം രക്ഷയെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ല നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നു, അല്ല വ്യഭിചാരം ചെയ്യുന്നില്ല, അല്ലെ കള്ളസാക്ഷ്യം പറയുന്നില്ല, അല്ലെ കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നു, അതിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ല. അതിനകത്തുള്ള ദൈവിക ലക്ഷ്യം എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതാണ് വിഷയം. എല്ലാവരും. അപ്പോൾ കൽപ്പന ആർക്ക് വേണ്ടിയുള്ളതാണ്? ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതാണ് വിഷയം. അതാ 1 തീമോത്തി 2:4 പറയണത്, എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും. കർത്താവിൻ്റെ വചനങ്ങളിലെ വിശ്വസിച്ച് ജീവിച്ച് കഴിയുമ്പോൾ എന്താണ് നിത്യതയിലേക്കുള്ള മാർഗം ഉറപ്പുവരുത്തും. ഇപ്പോൾ എല്ലാവരും ഉടമ്പിക്കാരെ എല്ലാവരും എന്താണ് സംസാരിക്കണത്? നിത്യതയെക്കുറിച്ചാണ് സംസാരിക്കണത്. അല്ലാതെ അവർ ILTS എന്നൊക്കെ പറയും, പറമ്പ് വിറ്റെന്ന് പറയും, ജപ്തി നടപടി ഒഴിവായെന്ന് പറയും, ജോലി കിട്ടിയെന്ന് പറയും. ഇപ്പം മിഥുൻ്റെ കാര്യം തന്നെ, ഒരു മിഥുൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസം. മിഥുൻ്റെ സാക്ഷ്യം, മിഥുൻ്റെ ഒരു വിഷയം, നിങ്ങളെപ്പോലെ തന്നെ മിഥു ഇവിടെ വന്ന് മിഥു അപ്പൻ ഉടമ്പടി എടുത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക, എബ്രാൻ്റെ വെട്ടത്ത് വാരത്താഴം, അപ്പനെ കൊണ്ട് ഉടമ്പിടിപ്പിച്ചിട്ട് അവൻ കാറിലിരുന്നെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വെച്ചാൽ കുറച്ച് ബോറടിച്ച് വിളിക്കുക. ഇവിടുത്തെ ഈ മൊത്തക്കൊടയും അതുപോലെ തന്നെ പ്രദക്ഷിണവും ഇവിടുത്തെ പ്രാർത്ഥനയും സാക്ഷിയൊക്കെ കേട്ടിട്ട് പുള്ളി ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം. ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെയാണ്, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്, നമുക്ക് പറ്റത്തില്ല, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന്. അപ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് പോയി കാറിലിരുന്നിട്ട് അവൻ സിനിമ കണ്ട്. പോരെ, ഉടമ്പടി കാണാൻ അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിക്കാൻ വന്നവൻ സിനിമ കണ്ട്. എന്താ കാര്യം? അവന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, അപ്പന് ഇവരെ തീറ്റി കൊടുക്കുന്നത് അവനാണെന്ന്. അവൻ്റെ പ്രശ്നം തന്നെ. മിഥുൻ്റെ പ്രശ്നം എന്താണ്? മിഥു എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് ഇതെല്ലാം നോക്കിയിരുന്നിട്ട് നേരെ കാറിൽ പോയിരുന്ന് TV കണ്ട എന്താണ്? അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം ഭക്ഷണം കൊടുക്കുന്ന ആരാണ്? തൻ്റെ ജോലി കൊണ്ടാണ്. അതാണ് പ്രശ്നം. താനാണ് അവിടെ ദൈവം. പിന്നെ മറ്റൊരു ദൈവം, ഈ മറ്റൊരു ദൈവത്തിൻ്റെ സാധ്യത കൽപ്പനയിലുള്ളതാണ്. മറ്റൊരു ദൈവം മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും. എപ്പോഴും മനുഷ്യന് ഒരു പ്രവണത ഉണ്ട്, മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള പ്രവണത. ഞാൻ ബുദ്ധിസം പഠിക്കുന്ന ആളാണ്. ബുദ്ധിസം പഠിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി ഒരു സാറുമായിട്ട് ബുദ്ധിസത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ് ബുദ്ധനും അവസാനം എത്തിയത് താൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ല. ബുദ്ധനിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ്, റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ മരിക്കാൻ നേരത്ത് പറഞ്ഞു, എൻ്റെ ദഹിപ്പിച്ച പൊടിയെടുത്ത് നിങ്ങളെ ഒരു തൂണുണ്ടാക്കി വെക്കണം. ആ സ്തൂപം കാണുമ്പോൾ നിർവ്വാണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാവരും ആനന്ദമുണ്ടാകും. അതാണ് അല്ലയോ ആനന്ദം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അപ്പം മനുഷ്യനെ അന്വേഷിച്ച് അവസാനം എത്തണം എവിടെയാണ്? അവനാണ് ദൈവം എന്നാണ്. അതാണ് അഹംബ്രഹ്മാസി, ഞാനാണ് ദൈവം. പോരെ, മനുഷ്യന് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള ഒരു മാനുഷിക പ്രവണത എന്നും ഉണ്ടാകും. ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ കൽപ്പന ഇറക്കിയിരിക്കുന്നത്. കാര്യം എന്താണ്? നീ തന്നെ ദൈവമാണെങ്കിൽ പിന്നെ യാത്ര അവസാനിപ്പിക്കാവില്ല, നിത്യത അവസാനിപ്പിക്കാവില്ല. നിത്യതയെ മൂടിക്കെട്ടിക്കൊണ്ട് നിന്നെ തന്നെ ദൈവമാക്കി ആത്മീയ അന്വേഷണത്തെ നിന്നിലേക്ക് തിരിച്ചുവിടും. വഴി യൂട്ടേൺ അടുപ്പിക്കും. ബൈബിൾ യൂട്ടേൺ അടുപ്പിക്കത്തില്ല. ബൈബിൾ പറയും നേരെ നീണ്ടു കിടക്കുകയാണ് വഴി, ദൈവത്തിലേക്ക് നടക്കാൻ പറയും. പുറപ്പാട് 23 ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 23 ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മിഥുനിലെ ഒരു മറ്റൊരു ദൈവം രൂപപ്പെട്ട് വരികയാണ്. അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അവൻ്റെ ശമ്പളം ഇവനെ മറ്റൊരു ദൈവമായിട്ട് മാറ്റും. ദിസ് ഈസ് അവർ കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എപ്പോഴും ഒരു മിലിറ്ററി പൊസിഷനായിരിക്കും. ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലം, മിലിറ്ററി ടാർഗറ്റ് സ്ഥലമാണത്. അത് ഞാൻ ആദ്യം ടാർഗറ്റിനെ കുറിച്ച് പറഞ്ഞത്. നമ്മുടെ കോൺഫിഡൻസ് എവിടെയോ അവിടെയായിരിക്കും ബോംബ് വീഴാൻ സാധ്യത. ക്രിസ്തു എന്താ പറഞ്ഞത്? നിൻ്റെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ
നിക്ഷേപം. ഇതുപോലെ തന്നെ അതിൻ്റെ പാരലൽ അതിൻ്റെ വ്യാഖ്യാനമാണ് നിൻ്റെ ആത്മവിശ്വാസം എവിടെയോ അവിടെ ആയിരിക്കും നിൻ്റെ ആത്മനാശം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. മഹത്വം മഹത്വം. തളരല്ലേ നെഞ്ചൊന്നു നീരിടല്ലേ നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിരിവേ ആരാധന ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എനിക്ക് ഈ ദൈവത്തിന് ആവശ്യമില്ല. വീട്ടിൽ അപ്പന് വരെ ചിലവ് കൊടുക്കുന്ന ദൈവം ഞാനാണ്. മനസ്സിലായത്? അതാണ് വിഷയം. അപ്പോൾ ഈ വേറെ ദൈവത്തെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്താ? ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇത് ജഡിക മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക ജൈവ പ്രവണതയാണ്. ഈ ആത്മവിശ്വാസം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാം. വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണത് തന്നെയല്ല, അത് ചില സമയത്ത് നീ തന്നെയായിരിക്കും ആ ദൈവം, അല്ലെങ്കിൽ നിൻ്റെ പ്രൊഫസറായിരിക്കും നിൻ്റെ ദൈവം. കാര്യം ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും ആരാധന വാസന ഉള്ളതാണ്. ആരാധന വാസന, ഈ ആരാധന വാസന ദൈവം മനുഷ്യരിൽ വെച്ച് കൊടുത്തിരിക്കണത് എന്തുകൊണ്ടാണ്? അതൊരു ആരാധന വാസന ഒരു ജന്മവാസനയാണ്. വാസനയല്ലേ, അത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ? ആരാധന വാസനയാണ്, ഇൻസ്റ്റിങ്ക്റ്റാണ്. ഇപ്പം ഇപ്പം ഇവിടെ ഒരു പുഴയാണ്. നമ്മൾ 1 കിലോമീറ്റർ അകലെ ഒരു പുഴയുമില്ല, അവിടെയെങ്കിലും വെള്ളവുമില്ല. ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് തിരിച്ച് വെച്ച് നോക്കിയേ, അത് അപ്പം തന്നെ പടിഞ്ഞോട്ട് തിരിഞ്ഞിട്ട് ഈ പുഴയിലേക്ക് നടക്കും. അതാണ് വാസന എന്ന് പറയണത്. ഇപ്പം ഇവിടെ ഒരു പുഴ കിടക്കുകയാണ്. കിഴക്ക് വശത്ത് നമ്മുടെ ആനയെ ഒരു കിലോമീറ്റർ അകലെ ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് നോക്കിച്ച് വെക്കും അത്. അപ്പോൾ എന്ത് ചെയ്യും? ആമ ഓട്ടോമാറ്റിക്കായിട്ട് പടിഞ്ഞോട്ട് തിരിയും. വെള്ളമുള്ള സ്ഥലത്തേക്ക് തിരിയാനുള്ള ഒരു വാസനയുണ്ട്. അപ്പോൾ ആരാധിക്കാനുള്ള വാസന വെള്ളമുള്ളിലേക്ക് തിരിയാനും ദൈവമുള്ളിടത്തേക്ക് തിരിയാനുള്ള ഒരു ദൈവവാസനയാണത്. പക്ഷേ ഈ ദൈവവാസന ഡൈവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ദൈവങ്ങൾ ഉത്ഭവിപ്പിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നിൻ്റെ കെമിസ്ട്രി പ്രൊഫസറൊക്കെ നിൻ്റെ ദൈവം. എന്താ കാര്യം? നീ ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റിയും അവനിലുണ്ട്. നിൻ്റെ ആരാധന വാസനയുടെ വില്ലൻ നിൻ്റെ വീട്ടിലായിരിക്കും. എന്താ കാര്യം? ദൈവമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കണ നിൻ്റെ അപ്പൻ എന്തെങ്കിലും വിഷയം കഴിയുമ്പോൾ പൂക്കൽ പോലെ വിറക്കണ കാണാം. അയാൾ നിനക്ക് ഹീറോ അല്ല. അതുകൊണ്ട് നിൻ്റെ മനസ്സ്, അരക്ഷിതമായ നിൻ്റെ മനസ്സ് ഒരു പ്രശ്നങ്ങളുടെ മുമ്പിൽ വിറക്കാത്ത ഒരു മനുഷ്യനെ തേടി നടക്കും, ഒരു സന്നിധാനത്തെ തേടി നടക്കും. അങ്ങനെ വരുമ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ഒരു പ്രൊഫസറിനെ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു പാർട്ടി സഖാവിനെ കണ്ടുപിടിക്കും. നീ അയാളെ ആരാധിക്കാൻ തുടങ്ങും. സത്യദൈവത്തെ നഷ്ടപ്പെടുന്ന അവിശ്വാസത്തിൻ്റെ വഴികളെക്കുറിച്ച് ഉടമ്പടിയിലുള്ളവർ ബോധവാന്മാരായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി എന്തുകൊണ്ട് ചില ആൾക്കാർക്ക് വൈകുന്നു എന്ന് വെച്ചാൽ, ആ ഉടമ്പടി അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ യോഗ്യമായിട്ടില്ല. ദാറ്റ്സ് എ പോയിന്റ്. മനസ്സിലായില്ലേ? ഉടമ്പടി, എൻ്റെ പോയിൻ്റ് എന്താണ്? ചിലർക്ക് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇതുവരെക്കും റേഞ്ച് ഒക്കാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, റേഞ്ച് ഒക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തല്ല നിൽക്കണത്. ദൈവം നിങ്ങളെ പതുക്കെ പതുക്കെ അമ്മയിലൂടെ അപ്പനിലൂടെയൊക്കെ കൊണ്ടുവന്ന ജീവിത അനുഭവങ്ങളിലൂടെ, രണ്ടും ആയാണ് അപ്പ അമ്മ അനുഭവങ്ങൾ. ഈ 3 ആൾക്കാരും ദൈവത്തിൻ്റെ കൈകളാണ്. നിങ്ങൾ തള്ളി കൊണ്ടുവന്ന് റേഞ്ചുള്ള സ്ഥലത്ത് നിർത്തും. മിഥുൻ്റെ പണി പോയി. അതാണ് വിഷയം. മിഥുന് ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന മിഥുൻ പോയി വണ്ടിയായിരുന്നു, കാറിലിരുന്ന് കണ്ട സിനിമ കണ്ട കാര്യം എന്താ? അപ്പന് വരെ അവന് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, നാട്ടിൽ തന്നെ 1 ലക്ഷം രൂപ അടുത്ത് ശമ്പളം ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ പണം കൊടുക്കുന്ന ആർക്കാണ്? ഇവർ അന്നന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമെന്ന് അപ്പം മുട്ടയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനവിടെ കിടക്കുക, വീഡിയോ കാണുക വല്ലതായിരിക്കും.
അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ? അന്നേ വേണ്ട ആഹാരം കൊടുക്കുന്ന ദൈവം അവനാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്ന് ഉറങ്ങിയതുകൊണ്ട് നേരം വിളിക്കത്തില്ല. ഇപ്പോഴീ കാലാവസ്ഥ ഇപ്പോൾ സേഫാണ് വിചാരിച്ചുകൊണ്ട് നാളെ അത് സേഫാണെന്ന് നിർബന്ധമില്ല. ദൈവത്തെ കൂടാതെ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ, കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ദൈവത്തെ കൂട്ടിച്ചേർക്കേണ്ട ഒരു സമയം എപ്പോഴായാലും നമുക്ക് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എന്നെ കൂടാതെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. എന്നെ കൂടാതെ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇതേ പ്രശ്നം വെച്ചാൽ ഏതെങ്കിലും ഒരു നിമിഷം വരും നമ്മുടെ ജീവിതത്തിൽ, ഒരു ബ്ലാങ്ക് പീരീഡ് വരും. അപ്പോഴെന്ത് വേണം? ദൈവത്തിന് നമുക്ക് ആവശ്യമുണ്ടാകും. അതാണ് വിഷയം. ദൈവത്തിന് ഒരു വസ്തുവാണെങ്കിൽ ദൈവത്തിന് ആവശ്യം, ആ വസ്തു നമുക്കൊരു അരിവാൾ നമ്മളെവിടെ വെക്കണത്? എവിടെയെങ്കിലും അലമാരിയോ അടുക്കളയുടെ അലമാരിയുടെ അടിക്കൊണ്ട് അരിവാൾ വെച്ച് വെക്കും. എന്നാൽ ഇപ്പോൾ അത് ആവശ്യമില്ല, ഇല്ലേ? ഒരു മഴയും കാറ്റും വന്ന് ഒരു പരത്തി കമ്പ് വന്ന് നമ്മുടെ അടുക്കള മുതുകത്ത് വീഴുമ്പോഴാണ് നമ്മൾ അരിവാൾ തിരക്കണത്. ഉടനെ അവിടെ അലമാരടിയിൽ പോയി നമ്മൾ അരിവാൾ എടുത്തുകൊണ്ട് വരും. തൽക്കാലം നമുക്ക് ആവശ്യമില്ല. തൽക്കാലം ആവശ്യമില്ലാത്ത സ്ഥലം നമ്മൾ പാത്ത് വെക്കും. ദൈവത്തെ പാത്ത് വെക്കുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളത്. തൽക്കാലം ആവശ്യമില്ലാത്ത കാരണം പ്രാർത്ഥന മുടങ്ങും, കുർബാന മുടങ്ങും. ഇപ്പോൾ കുർബാന മുടങ്ങുന്നവരും ഇപ്പോൾ പ്രാർത്ഥന മുടങ്ങുന്നവർ ഓർക്കുക, അരിവാളെ പാത്ത് വെക്കണ പോലെ നിങ്ങൾ ദൈവത്തെ പാത്ത് വെക്കുകയാണ്. ദൈവത്തെ വസ്തുവാക്കുന്നവരാണ് തൽക്കാലത്തേക്ക് ദൈവത്തെ മാറ്റി നിർത്തുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. ക്ലിയർ ആയില്ലേ? വസ്തുക്കളെ നമ്മൾ മാറ്റി വെക്കും, ആവശ്യമുള്ളപ്പോൾ അത് എടുക്കത്തുള്ളൂ. നമുക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അരയൊക്കെ സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ പ്രമാണം പിടിച്ചിട്ട് നമ്മൾ നടക്കണില്ലല്ലോ. ഇല്ല, അത് ആവശ്യമുള്ളപ്പോഴും പൊക്കെ ഓരോ ചെയ്യാൻ നേരത്തേക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന സ്ഥലങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? വ്യക്തിയല്ല, വസ്തുവാണ്. നീയും നിൻ്റെ ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ, ഒരു ജീവിതം ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തെ വ്യക്തിയായിട്ട് കാണുന്നില്ല, വസ്തുവായിട്ട് കാണുന്നു. വസ്തുവായിട്ട് കണ്ടാൽ ദൈവം വർക്കൗട്ടല്ല. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യമായി സ്നേഹിക്കാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ എന്നെ കൂടാതെ, ഇപ്പൊ 15:5 യോഹന്നാൻ പറഞ്ഞ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിൻ്റെ കരത്തിൽ, നിൻ്റെ യാത്രയിൽ നിത്യമായി എന്നെയും കൂട്ടു. ഞാൻ നിൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. I will come with you wherever you go. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞത് തന്നെയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഉടമ്പടിയിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം. കൈയടിക്കട്ടെ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധ്യം ചെയ്യ
നമ്മളാരും ദൈവത്തിൻ്റെ കൈക്ക് പിടിക്കാൻ നടക്കണമെന്ന് ദൈവം പറയണില്ല. ഇപ്പം മിഥുനില്ലേ, മിഥുനെ സംബന്ധിച്ചിടത്തോളം മിഥുനിപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തില്ല, അവൻ കാറിൽ പോയിരുന്നൊരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു നോൺ പ്രാക്ടീസിങ് കാത്തലിക്കൊന്നും അല്ല. അയാൾ അത്യാവശ്യം കൊന്തയിലുള്ള ആളാണ്, വീട്ടിലൊക്കെ പ്രാർത്ഥന കൂടുന്ന ആളാണ്, അതിനെതിരിപ്പൊന്നുള്ള ആളല്ല, ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാത്ത ആളൊന്നുമല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് തോന്നിയിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾക്കത് തോന്നണില്ല. മനസ്സിലായില്ലേ? നമ്മൾ പള്ളിയിൽ പോകുന്നതായിട്ടും കുർബാന കൂടുന്നതായിട്ടും നമ്മൾക്കത് തോന്നണില്ല. എന്താ കാര്യം? നിങ്ങളത് സ്പിരിച്വൽ ഫ്രിജിഡിറ്റിയിലാണ്. യു ആർ എൻ സ്പിരിച്വൽ ഫ്രിജിഡിറ്റി. ഇതിന് ആദ്യം വേണ്ടത് അവയർനെസ്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റി, ആധ്യാത്മിക ശൈത്യത്തെ അതിജീവിക്കാനുള്ള ആദ്യ മാർഗമെന്ന് പറയുന്നത് അവയർനെസ്സാണ്. എന്താണ്? ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ മനസ്സ് ഉറപ്പിക്കണം. നിങ്ങളിവിടെ ആയിരിക്കാണ്, ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ്. ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഉടമ്പടിയെക്കുറിച്ച് വല്ലാത്ത കോൺഷ്യസാണ്. എന്താ കോൺഷ്യസ്? അവബോധമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ, ഞാൻ ഇപ്പോഴും ഓർക്കും, ഒരു ആങ്ങളെ ഉടമ്പടി എടുത്ത്, ഒരു പെങ്ങൾ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് അവളങ്ങനെ ഉടമ്പടി ജീവിക്കുകയാണ്. വേറെ എന്താ കാര്യത്തിന് വേണ്ടി, അവൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ അവൾക്ക് ഉടമ്പടിയാണെന്ന് അവൾക്ക് അവയർനെസ് ഉണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഫോൺ കേട്ടു. അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കൂട്ടുകാരത്തി വിളിച്ചിരിക്കുകയാണ്, എടി നിൻ്റെ ആങ്ങളയെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ്. ആ വണ്ടി കണ്ട ആങ്ങളെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല, നീ പേടിക്കാൻ പറയുകയല്ല, നീ പ്രാർത്ഥിക്കാൻ പറയണമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്യണമെങ്കിൽ ഇവളൊരു കാര്യം പറയും, എൻ്റെ ആങ്ങളെക്ക് ഒരു ചുക്ക് സംഭവിക്കത്തില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന്. ഇതാണ് കവനൻ്റ് കോൺഷ്യസ് എന്ന് പറയണത്. കവനൻ്റ് കോൺഷ്യസ്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ എപ്പോഴും തരികയില്ലേ. ഇപ്പം ചില ആൾക്കാർ എന്നെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കുക, അച്ഛാ ഇത് കണ്ട അച്ഛാ, ഉടമ്പടി കാശുരൂപയില്ല, ഞാൻ കൊച്ചു കാശ് കൊണ്ട് അടയ്ക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു, കൊച്ചു ഉടമ്പടി കാശുരൂ എന്ത് ചെയ്യും? അപ്പം മിണ്ടത്തില്ല. അതെന്താ കാര്യം? അവർ മകൾക്ക് കൊടുത്തതാണേ, നമുക്കത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി കാശുരൂപം പോയാൽ നിങ്ങളുടെ മുമ്പിൽ ഉടമ്പടി കാശ് ഇനി വേണമെങ്കിൽ ഉടമ്പടി എടുക്കാനേ പറ്റത്തുള്ളൂ. അല്ല എന്തെങ്കിലും ഒരു വസ്തു തരികയല്ല. ഉടമ്പടി നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ, ആ കാശ് നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയാണ്. അത് ഒരു ഓർമ്മയാണ്. നിങ്ങൾക്കറിയാവില്ല, ക്രിസ്ത്യാനിറ്റിയിലെല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുന്നത് ഓർമ്മ സ്റ്റേജിലാണ്. ഓർമ്മയെ ഉണർത്തുക എന്നുള്ളതാണ് വിശ്വാസിയുടെ നടപടിക്രമങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഓർമ്മയെ ഉണർത്തിക്കഴിഞ്ഞാൽ ഉടനെ അഭിഷേകവും ആത്മശക്തിയുമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. ക്രിസ്ത്യാനിറ്റി മൊത്തം ഒരു ഓർമ്മയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഫോം എന്താണ്? വാട്ട് ഈസ് ഫോം? ഇതൊരു മെമ്മറി ഫോമിലുള്ളതാണ്. ഓർമ്മയെ ഉണർത്താൻ പറ്റിയ ഏറ്റവും ടോപ്പായിട്ടുള്ള ആക്ടിവേഷൻ ഫോർമുലയാണ് മാസം എന്ന് പറയുന്നത്. ഓർമ്മ ഉണർത്തലാണ്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈ കുർബാന, ആൾക്കാരോട്ട് നടത്തുന്ന കുർബാന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുർബാനയാണ്. അത് ആഘോഷമാണ് ശരിക്കും. എന്തിനാഘോഷിക്കുന്നു? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതിനെ ഞാൻ ആഘോഷിക്കുകയാണ്. അതാണ് മരണം പ്രഖ്യാപനമാണ്. ജീസസ് ഡൈഡ് ഫോർ മീ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും പറയുന്നതാണ്, കർത്താവ് എനിക്ക് പകരക്കാരനായി മരിച്ചവനാണ്. ഞാൻ മരിക്കുന്നിടത്ത് എനിക്ക് പകരക്കാരനായി മരിച്ചു. അപ്പോൾ എനിക്കിനി മരണമില്ല. ഞാൻ നിത്യത വരെ കർത്താവിനെ കണ്ടെത്തും വരെ, കൂടെ ജീവിക്കും വരെ എനിക്കൊരു ജീവിതം ഞാൻ പങ്കിടുകയാണ്. അപ്പോൾ എൻ്റെ ത്വര എന്താണ്? എത്രയും വേഗം കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ടാണ് ബൈബിൾ ചോദിക്കേണ്ടത്, മരണമേ നിന്റെ ദംശനം എവിടെ? ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 15:55. 1 കൊരിന്തോസ് 15:55. മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തെ ഒരു പാമ്പായിട്ടാണ് കാണുന്നത്. ഇപ്പം എന്ത് ചെയ്യും? അതിൻ്റെ വിഷപ്പല്ലി കർത്താവ് ഊരിക്കളഞ്ഞ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. പറഞ്ഞേ, മരണമേ നിന്റെ ദംശനം എവിടെ? അടുത്ത വചനം, മരണത്തിന്റെ ദംശനം പാപവും, മരണത്തിന്റെ ദംശനം പാപവും, പാപത്തിന്റെ ശക്തി നിയമവുമാണ്. പാപത്തിന്റെ ശക്തി നിയമവുമാണ്.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അപ്പം നമുക്ക് വിജയം നൽകുന്ന ആരാണ്? ദൈവം. ആര് വഴിയാണ്? കർത്താവ് വഴി. അപ്പം നമുക്ക് വിജയം നൽകുന്ന ദൈവമാണെങ്കിൽ, അത് കർത്താവ് വഴിയാണെങ്കിൽ, ആ വിജയം നൽകുന്നത് കർത്താവ്, അത് വിജയം നൽകിയത് ഉടമ്പടി വഴിയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവൃത്തികളിൽ ഈശോയെ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. നല്ല അപ്പൊ ക്രിസ്തു മാറ്റിയത് എന്താണ്? മരണത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഇനി മരണമില്ല. വചനം അവസാനിക്കുന്നതും വെളിപാട് അവസാനിക്കുന്നതും എന്താണ്? ഇനി മരണമില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വെളിപാട് 21:4. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നു പോകുന്ന, ഇനി ദുഃഖം ഉണ്ടാകാതിരിക്കുന്ന ഒരു ടൈം. അപ്പോൾ നിങ്ങളോർക്ക് ഇത് എന്താണ് ആൾക്കാർ മരിക്കുന്നുണ്ടല്ലാന്ന്? ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈശോ എന്താ പറയണത്? നമ്മളെങ്ങനെ ഇവിടെ ജീവിക്കണത്? നമ്മളൊരു അവബോധത്തിൻ്റെ, അറിവിൻ്റെ അവബോധത്തിലാണ് ജീവിക്കണത്. അവബോധത്തിലാണ് അറിവിലാണ് ആനന്ദം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം ക്രിസ്തു വന്നോടുകൂടിയാണ് നമ്മുടെ മരണത്തിൻ്റെ ഭയം മാറിയത്. എന്താ കാര്യം? അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി? ഇപ്പം നിങ്ങളൊരു പണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് കുർബാന ചെല്ലിയതിന് അച്ഛനെയും കുർബാന കൂടിയ കപ്പേരനെയും ഈ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും കിടപ്പുണ്ട് കോടതി. കുർബാന ചെല്ലിയതിന് അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേരളമാണിത്. ലോകത്ത് അങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനെയും കപ്പേരെയും കുർബാന ചെല്ലിയതിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് അടഞ്ഞിരുന്ന പള്ളി തുറന്ന് അകത്ത് കയറി അറസ്റ്റ് ചെയ്തു. കേസായി. മാസ്ക് വെക്കാത്തതിന് പോലീസ് ഓടിച്ചിട്ട് ആൾക്കാരുടെ മുഖത്തിന് അടിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ഇല്ലേ? ഉറപ്പല്ലേ? എത്ര പേര് അടികൊണ്ടിട്ടുണ്ട്, കേസുമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു ഭയങ്കര. എന്തിനെ പേടിയാണ്? കോവിഡ് പടരുമോ, ആൾക്കാർ മരിക്കുമോ, മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്. പിന്നെ എപ്പോഴാണ് ഈ പേടി മാറി മാസ്ക് കൂടി ആൾക്കാർ ദൂരെ കളഞ്ഞത്? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോഴാണ്, അല്ലേ? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. പോളാ പുല്ലെന്ന് പറഞ്ഞ് മാസ്ക് വേണ്ട, ഒന്നും വേണ്ട. എന്താ കാര്യം? സന്തോഷമായി. അതെന്നെ ക്രിസ്തു ചെയ്തത്. പാപത്തിനും മരണത്തിനും ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചു. എന്താണ്? തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരമാക്കിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദത്തിനുള്ള വഴി കാണിച്ചപ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടായത്. അവിടുന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീട്ടി. ഇനി മരണമില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ, ഞങ്ങൾ ആരാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് അടിപ്പിട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഉച്ച മുതൽ ഉള്ളംകാല് വരെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലും നിങ്ങളുടെ ബാഹ്യസ്ഥലങ്ങളിലും കർത്താവിൻ്റെ കൃപയാൽ സ്നാനപ്പെടുന്ന വലിയ സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ.
തിരുവിടാർന്ന വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ. ശ്രുതിക്കട്ടെ. മനുഷ്യന് തലച്ചോറിനെ സ്പർശിക്കണമേ കർത്താവേ. തലച്ചോറ് സിസ്റ്റിനെ സ്പർശിക്കുന്ന കർത്താവേ. തൈറോയിഡിനെ സ്പർശിക്കുന്ന കർത്താവേ. സ്പോണ്ടിലോസിസിനെ സ്പർശിക്കുന്ന കർത്താവേ. തൈറോയിഡിനെ സ്പർശിക്കണമേ കർത്താവേ. ഹിപ്പറ്റിനെ സ്പർശിക്കുന്ന കർത്താവേ. നെഞ്ചിനെ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, മഹത്വം, മഹത്വം. ആരാധന, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുമുറിവാർന്ന് ആണിപ്പഴുതാർന്ന് വലതുകരത്താൽ സ്പർശിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, എന്റെ വലതുകരത്താൽ, എന്റെ ആണിപ്പഴുതാർന്ന വലതുകരത്താൽ കർത്താവേ അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവര് കർത്താവേ നിന്റെ അത്ഭുതകരത്താൽ അടിപ്പിടർ പോലെ, കർത്താവേ അത്ഭുതകരത്താൽ അടിപ്പിടർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവികമായ ശക്തി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവികമായ ശക്തി ഒഴുകട്ടെ. ഓരോ കോശങ്ങളിലും ദൈവികമായ ശക്തി ഒഴുകട്ടെ. ഓരോ പേശികളിലും ദൈവികമായ ശക്തി ഒഴുകട്ടെ. കൊച്ചു മുതൽ ഉള്ളംകാൽ വരെ കർത്താവിന്റെ ആശാവൃതോടെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവരെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കീടം ചൂടിയവരെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കീടം ചൂടിയവരെ, നിന്റെ മുൾക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, നിന്റെ മുൾക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, കൊച്ചു മുതൽ ഉള്ളംകാൽ വരെ പടരട്ടെ. കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, ക്രൂശിക്കപ്പെട്ടവന്റെ നാമത്തിൽ, കുരിശേറ്റവന്റെ നാമത്തിൽ, തിരുവിലാവിൽ മുറിവേറ്റവന്റെ നാമത്തിൽ, അടിപ്പിടറേറ്റവന്റെ നാമത്തിൽ യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ഉച്ചമുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും ആന്തരിക അവയവങ്ങളിലും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അപ്പാ സ്വർഗീയപ്പാ, അപ്പാ സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ നീട്ടുന്നു. അപ്പാ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും എല്ലാ ദോഷങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ വിഷമസന്ധികളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ശ്രുതികടേ, ശ്രുതികടേ.